ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. തനിക്ക് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം പിന്നീട് കാര്യമായി പ്രതികരിക്കാം. ഇപ്പോൾ ഇതിനെപ്പറ്റി ഇതിനെ സംബന്ധിച്ച് ചർച്ച വേണ്ട എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കുന്നത്. ഏതായാലും അല്പനിമിഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു വാർത്ത പുറത്തുവന്നത്. ഈ SNDP NSS ഐക്യത്തിൽ NSS പിന്മാറുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തുവന്നത്. അപ്പോൾ അതിന് പിന്നാലെയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം ഇപ്പോൾ പുറത്തുവന്നത്. വിശദമായി പരിശോധനയ്ക്ക് ശേഷം എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു അറിയിപ്പോ അല്ലെങ്കിൽ ഒരു ചർച്ചയോ നടന്നിട്ടില്ല. എന്താണ് സംഭവിച്ചത് വിവരം കിട്ടിയിട്ടില്ല. അത് സംബന്ധിച്ച് വിശദമായി പഠിച്ച ശേഷം പിന്നീട് പ്രതികരിക്കാമെന്നാണ് അത് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ഈ തീരുമാനം അത് അദ്ദേഹം കണ്ടില്ലേ? നിങ്ങൾ കാണിച്ചു കൊടുത്തില്ലേ അദ്ദേഹത്തിന്? ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാം. അതായത് ഈ ഡയറക്ടർ ബോർഡ് NSS ഡയറക്ടർ ബോർഡിന്റെ തീരുമാനം, ആ കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ടല്ലോ, അത് അദ്ദേഹം കണ്ടിട്ടില്ലേ? വായിച്ചു കൊടുത്തില്ലേ നിങ്ങൾ? യെസ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എന്നാൽ അദ്ദേഹം അതിന് പ്രതികരിക്കാൻ ഇപ്പോൾ തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വിശദമായി പഠിച്ച ശേഷം എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് ഈ പിന്മാറ്റത്തിന് NSS പിന്മാറാൻ കാരണം എന്നുള്ളത് സംബന്ധിച്ച് അദ്ദേഹം വിശദമായി പരിശോധിച്ച ശേഷം പിന്നീട് അറിയിക്കാമെന്നാണ് അദ്ദേഹം പ്രതികരിക്കാമെന്നുള്ളൊരു വാക്ക് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. എപ്പോൾ മാധ്യമങ്ങളെ കാണാമെന്ന് അറിയിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ കൃത്യമായ സമയമൊന്നും അറിയിച്ചിട്ടില്ല. എങ്കിലും ഈ സംഭവം, അതായത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, കാരണം അതുവരെ ഈ വാർത്ത വരുന്നതിന് തൊട്ട് മുമ്പ് വരെ പി ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ളവർ ഇവിടെ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹം പറഞ്ഞതും അത് തന്നെയാണ്. അതായത് രണ്ട് സാമുദായിക ഐക്യങ്ങൾ തമ്മിലുള്ളത് ചരിത്രത്തിന് അനിവാര്യമാണ് എന്നൊക്കെ രീതിയിൽ വളരെ പോസിറ്റീവായി മുന്നോട്ട് പോവുകയായിരുന്നു SNDP NSSുമായി ബന്ധമുള്ള ഐക്യം എന്ന് പറയുന്നത്. എന്നാൽ അല്പസമയം മുമ്പ് ഈ വാർത്ത വന്നതിന് ശേഷമാണ് അദ്ദേഹം ഈ ശ്രീധരൻപിള്ളയുടെ നിന്ന് മടങ്ങിയ ശേഷമാണ് ഈ ഒരു വാർത്തയൊക്കെ പുറത്തു വന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടിയപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് വിശദാംശങ്ങൾ പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന സംഭവങ്ങളൊക്കെ പഠിച്ച ശേഷം കൃത്യമായി പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ നിരാശയിലാണ് വെള്ളാപ്പള്ളി നടേശൻ, അല്ലേ? തീർച്ചയായും അദ്ദേഹത്തിന് മുഖത്ത് ആ ഒരു നിരാശ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടത്. കാരണം അദ്ദേഹം ഈ NSS SNDP ഐക്യം ഉണ്ടാകുമെന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ വാർത്താ സമ്മേളനത്തിലൊക്കെ വളരെ പോസിറ്റീവായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം ഉണ്ടായിരുന്നത്. അതായത് ഈ NSS SNDP ഐക്യം ചരിത്രത്തിന് അനിവാര്യമാണ്, അത് രണ്ട് സാമുദായിക ഐക്യങ്ങളെക്കാൾ വളരെ കൂടുതലാണ്. ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞത് ഈ ഐക്യവുമായി ബന്ധപ്പെട്ട് തുഷാർ വെള്ളാപ്പള്ളിയെ കഴിഞ്ഞ ദിവസം ചേർന്ന, അതായത് കൃത്യമായി പറഞ്ഞ് 21-ാം തീയതി ചേർന്ന SNDP നേതൃത്വ യോഗത്തിൽ ഈ ചർച്ചയ്ക്ക് തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെ നിയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തീയതി സമയം നിശ്ചയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിട്ട ചർച്ചകളൊക്കെ നീങ്ങുന്നതിനാണ് ഇത്തരത്തിൽ NSSന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇത്തരത്തിലൊരു പിന്മാറ്റം ഉണ്ടായിരിക്കുന്നത്. ശരി, വിജിൻ വായാന്തോട് കൂടിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിജിൻ, ഐക്യം പ്രായോഗികമല്ല എന്ന് NSS വിലയിരുത്തുന്നു. മുൻപൊക്കെ ഐക്യശ്രമങ്ങൾ പരാജയപ്പെട്ടു, അതടക്കം പരിഗണിച്ചുകൊണ്ട് തീരുമാനം. എന്തായാലും ഇനി ഈ വെള്ളാപ്പള്ളിയോടൊപ്പം മുന്നോട്ട് പോകാനില്ല എന്ന് NSS തീരുമാനിക്കുമ്പോൾ അത് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏതൊക്കെ രീതിയിലായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുക? ദിവ്യ, രണ്ട് ധ്രുവങ്ങളിൽ നിന്ന രണ്ട് സാമുദായിക സംഘടനകളാണ് SNDPയും NSSും എന്ന് പറയുന്നത്. അത് ഒറ്റയടിക്ക് പെട്ടെന്ന് കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ് അങ്ങ് യോജിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം ഇരു വിഭാഗങ്ങളും ഇരു നേതാക്കളും നടത്തുകയായിരുന്നു. അതിൽ NSSന്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ പിന്തുണയൊന്നും ആ ഘട്ടത്തിൽ നേടിയിരുന്നില്ല. സുകുമാരൻ നായർ നേരിട്ട് എങ്ങനെയൊരു നീക്കത്തിലേക്ക് പോകുന്നു, ഒരു യോജിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്താം, കാരണം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അതാണ് എന്നൊക്കെയുള്ള പ്രഖ്യാപനമായിരുന്നു നടത്തിയത്. അതിനു മുമ്പ് വെള്ളാപ്പള്ളി നടത്തിയ വലിയ തരത്തിലുള്ള മുസ്ലിം വിഭാഗത്തിനെതിരായ വലിയ പരാമർശങ്ങളുണ്ടായിരുന്നു. ഒപ്പം തന്നെ ലീഗിനെതിരായ പരാമർശങ്ങളുണ്ടായിരുന്നു, മലപ്പുറത്തിനെതിരായ പരാമർശങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നിലനിൽക്കുന്നതിന് ഇടയിലാണ് NSSും SNDPയും കൈകോർക്കേണ്ട സാഹചര്യമാണ് നിലവിൽ എന്നുള്ള പ്രഖ്യാപനം വരുന്നത്. അത് വലിയ തരത്തിൽ ഒരു കേരളം ആകെ ഒരു ചർച്ച ചെയ്ത വിഷയമായി അത് പിന്നീട് മാറുന്നു. രാഷ്ട്രീയപരമായി ഒരു ഭാഗത്തേക്ക് NSSും SNDPയും നീങ്ങാൻ പോകുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരു ഭൂരിപക്ഷ സമുദായത്തിന്റെ ഏകീകരണത്തിലേക്ക്, ഒരു കൺസോൾട്ടേഷൻ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിനെ വ്യാഖ്യാനിക്കപ്പെട്ടത്. പക്ഷേ ആ ഘട്ടത്തിലും ഉയർന്ന ചോദ്യം സംവരണ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ NSSന് എങ്ങനെ SNDPയുമായി കൈകോർക്കാൻ കഴിയുമെന്നുള്ളതാണ്. രണ്ടും രണ്ട് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകളാണ്. വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുമ്പോഴും നേരിട്ട് പോരടിക്കുന്ന രണ്ട് ഭൂരിപക്ഷ സമുദായങ്ങളായിരുന്നു NSSും SNDPയും. അവരാണ് പെട്ടെന്ന് തന്നെ തീരുമാനത്തിന് പിന്നാലെയുള്ള വെള്ളാപ്പള്ളി